എൻ്റെ ദൈവം ഏകജാതനെ എൻ്റെ യേശു പരിഹാരം ബലിയായി. എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധമായി ഇപ്പം നിന്നോട് സംസാരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ധവളപത്രം കാണിച്ചു. എന്താണ്? ഒന്നുമേ ദൈവത്തിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകത്തില്ലേ എന്ന്. അപ്പോൾ ഒന്നും റിസർവ് ചെയ്ത് വെക്കാതെ സമസ്തവും നമുക്ക് നൽകുന്നതിന് വേണ്ടി ദൈവം ഈ ധവളപത്രം ഉയർത്തുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? നമ്മളും ദൈവത്തോട് പറയണം, ഞാനും ഒന്നും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല എന്ന്. ഇത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നാൽ ഓക്കെ ആകും ഉടമ്പടി. ഞാനും ഒന്നും എനിക്ക് വേണ്ടി ലക്ഷ്മിയോട് സിസ്റ്റർ ചോദിച്ചേ, നിനക്ക് എന്തെല്ലാം ആധ്യാത്മിക വളർച്ച ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി എടുത്ത വായിക്കും പറഞ്ഞത്, ഞാൻ എടുത്തുചാട്ടക്കാരിയാണ്, ഒരു മുൻകോപിയാണ്. ഇപ്പം എല്ലാവരോടും ഞാൻ മാർദ്ദവമായിട്ടാണ് പെരുമാറണത്. നത്തിങ് റിസർവ്ഡ്. കാര്യം നമ്മളിങ്ങനെ മുൻകോപം എടുത്തിയാടം കാണിക്കുമ്പോൾ നമ്മളുടെ ഒരു ഫെയിം മറ്റുള്ളവരുടെ മുമ്പിൽ ചില ആൾക്കാരിങ്ങനെ മസിലൊക്കെ പിടിച്ച് തല ഉയർത്തി മിണ്ടാത്തില്ല. കാര്യം അവരോട് അധികം മിണ്ടിക്കഴിഞ്ഞാൽ അവർ പറയണത് ഇവർ നമ്മുടെ തലയ്ക്കൊരു നിരങ്ങുമെന്നാണ് പറയണത്. ചില ആൾക്കാർ റിസർവ്ഡ് കാണിക്കുന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ സ്വന്തം ഭാര്യയെടുത്ത് പോലും വളരെ എണ്ണിത്തൂക്കി ഒരു ദിവസം 10 വാക്ക് ഉപയോഗിക്കും. 11 വാക്ക് ഉപയോഗിച്ചാൽ അവൾക്ക് ടെൻഷനാണ്. എന്താ കാര്യം? ഇവളോട് അധികം സംസാരിച്ചാൽ അവൾക്ക് എൻ്റെ തലക്കയറി നിരങ്ങുമെന്നാണ്. പിള്ളേരോട് സംസാരിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. അധികം സംസാരിക്കാതെ തന്നെ കൈയും കുപ്പി പടവും പിടിച്ച് പോണ കാണാം പാവപ്പെട്ടവൻ. അപ്പോൾ ഇങ്ങനെ കുറച്ച് മസിൽ പിടുത്തങ്ങളുണ്ട്. അത് റിസർവേഷനാണ്, റിസർവ് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളൊന്ന് ആ മസിലൊക്കെ ഒന്ന് അയക്കണം. അതെല്ലാവരോടും സംസാരിക്കണം. മറ്റുള്ളവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ നിങ്ങൾക്ക് വില തരത്തില്ലെന്നാണ് പറയണത്. ദാറ്റ് ഇസ് റിസർവ്ഡ്. ഈ ധവളപത്രം നിങ്ങൾ കാണിക്കണം. കാര്യം എന്താണ്? ഞാനൊന്നും റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. കർത്താവിനെ പ്രതി ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്നെ പോലെ ഒന്നും റിസർവ് ചെയ്ത് വെക്കാതെ ഞാൻ എന്നെ തന്നെ എന്റെ കുടുംബത്തിനും സമൂഹത്തിനും സംലഭ്യനാകാൻ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 പിന്നെ ലക്ഷ്മി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം പറയണത്, ഞാൻ ശത്രുക്കളോട് ക്ഷമിച്ചു എന്നാണ്. എനിക്ക് എടുത്തുചാട്ട മുൻകോപമുള്ള കാരണം കുറേ ശത്രുക്കളുണ്ടായിരുന്നു, മിണ്ടാതിരിക്കണ കുറേ ശത്രുക്കളുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ക്ഷമിച്ചു. ഞാൻ എന്ത് ചെയ്ത്? അങ്ങോട്ട് മെസ്സേജ് അയച്ചെന്ന്. എല്ലാവരുടെയും പ്രശ്നം അതാണല്ല. കർത്താവിൻ്റെ കാലത്ത് ഈ കൈ കുറുകിപ്പോയ ഒരു പിശാചിനെ കണ്ടായിരുന്നു കർത്താവ്. അപ്പോൾ കർത്താവിനെ കൈ കുറുകിപ്പോയൊരുത്തനെ കണ്ട കർത്താവ് കണ്ടില്ലേ? ഇല്ലേ? അപ്പം അവരോട് എന്താ പറഞ്ഞത്? ടച്ച് ഔട്ട് യുവർ ഹാൻഡ്സ് എന്നല്ലേ പറഞ്ഞത്. അത് കൽപ്പനയാണ്. നിൻ്റെ കൈ നീട്ടുക. ചില ആൾക്കാർക്ക് കൈ കുറുകിയിരിക്കണല്ല, അങ്ങോട്ട് മെസ്സേജ് അയക്കത്തില്ല. ഇങ്ങോട്ട് വന്ന് പറട്ടെ, ഞാനോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവരല്ലേ തെറ്റ് ചെയ്തത്, അവരെന്നോട് വന്ന് ചോദിക്കട്ടെ എന്ന് പറയുക. കുറുകിയിരിക്കാൻ കൈ മാത്രമല്ല, ഈ പണ്ടാരത്തിൻ്റെ കഴുത്ത കുറുകിയിരിക്കാൻ മിണ്ടത്തില്ല, നാക്കും താന്നിരിക്കാൻ, ഊമേൻ. കർത്താവ് ഈ പാട്ടിനെ എല്ലാം സുഖപ്പെടുത്തുന്ന പാർട്ടിയാണ്. കൈ കുറുകിയവനുണ്ട്, കഴുത്ത് കുറുകിയവനുണ്ട്, നാക്ക് കുറുകിയവനുണ്ട്. അവനോടെല്ലാം ബൈബിളിങ്ങനെ നിരനേടുന്ന കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഇന്നെങ്കിലും കർത്താവിനെ അറിയാൻ
നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധി നമ്മുടെ നാക്കും കഴുത്തും കൈ നീട്ടിക്കൊടുക്കാം. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഇങ്ങോട്ട് ക്ഷമിക്കാത്തവനെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുവാനും അങ്ങോട്ട് മെസ്സേജ് അയക്കുവാനും അവരുമായി അനുരഞ്ജനത്തിൽ പോകുവാനും എന്റെ അഹങ്കാരത്തെ നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി നീ എന്നെ സുഖപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടി വരുമ്പോൾ ഈ ഉടമ്പടി എപ്പോഴും നോക്കുന്നത് അവൻ പറയണത് പോലെ ചെയ്യുന്നതല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആദിമസഭയെല്ലാം ഈ കവനൻ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് ലൈഫ് റീഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാക്കോബിൻ്റെ 1:22 എടുത്തേ. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, പറഞ്ഞ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. അപ്പോൾ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അനുവർത്തിക്കുന്നതിലാണ്, കേൾക്കുന്നതിലല്ല. കേട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർ ആത്മവഞ്ചകർ, അവരവിടെ തന്നെ വഞ്ചിക്കുക ചെയ്യണത്. കാര്യം വചനം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിലാണ് ഈ കവനൻ്റ് ശരിക്കും വർക്കിംഗ് കണ്ടീഷനിലാകണത്. അപ്പം നമുക്ക് ചെയ്യാനാണ് ചൊല്ലാനുള്ളതിനേക്കാളും നമുക്കെല്ലാം ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുന്നത് ദൈവം അത് അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം അതുകൊണ്ട് ഈശോ എപ്പോഴും പറയവേ, ഈ ബിഹേവിയർ ഇല്ലേ, ബിഹേവിയർ എന്നുവെച്ചാൽ എന്താണ്? പെരുമാറ്റവും വിശ്വാസവും തമ്മിൽ കുറേ ബന്ധമുണ്ട്. പെരുമാറ്റവും വിശ്വാസവും, പെരുമാറ്റവും പ്രത്യാശയും. മത്തായിയുടെ സുവിശേഷം എടുത്തേ, 7:16 എടുത്തേ. മത്തായി സുവിശേഷം 7:16. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 7:16. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. അതായത് വൃക്ഷത്തെ അറിയണത് ഫലങ്ങളിൽ നിന്നാണ്. നമ്മുടെ പെരുമാറ്റമാണ് ബൈബിളിൽ എപ്പോഴും ഫലമെന്ന് പറയണത്. അപ്പോഴേ പെരുമാറ്റത്തിൽ വിശ്വാസവും പെരുമാറ്റവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾ ഉടമ്പടിയിലാണെന്നുണ്ടത് ദൈവം മനസ്സിലാകണത് നിങ്ങളെ കുത്തിയിരുന്ന് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 300 പ്രാവശ്യം ചെല്ലുമ്പോഴും ബൈബിൾ കാണാപ്പടം എഴുതുമ്പോഴല്ല. അതങ്ങനെ എന്തെല്ലാം നോൺസെൻസ് പരിപാടി ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? അപ്പോൾ നിങ്ങൾ ആ ബൈബിൾ മൊത്തം എഴുതാമെന്ന് വിചാരിച്ചോ? എന്ത് നമ്മൾ ബിഷപ്പിനാ കർദിനാളിനാ കൊണ്ടേ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കൊടുത്തോ കേട്ടോ, ഒന്ന് വെറുതെ ഇരിക്കണേക്കാളും നല്ലതാണ്. ഒരു ചൊറിയും കൊടുത്ത് വീട്ടിലിരിക്കണേക്കാളും നല്ലതാണ് ബൈബിൾ. പക്ഷെ അതല്ലല്ല പ്രശ്നം. അതായത് ഉടമ്പടി നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? അത് അനുവർത്തിക്കുന്നവരാകണം. അത് അനുവർത്തിക്കുന്നവർ ബൈബിൾ എഴുതുകയാണെ കുഴപ്പമില്ല, കറക്റ്റാണ്. അവർക്ക് ബൈബിൾ കാണാപ്പാഠം പഠിക്കാനും. അനുവർത്തിക്കാതെ ഈ സംഭവം എഴുതാൻ വേണ്ടി എഴുതുമ്പോൾ ഒരു നോ യൂസാണ് ഈ സംഭവം. കാര്യം എന്താണ്? വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. പെരുമാറ്റത്തിൽ നിന്നാണ് നിങ്ങൾ ഉടമ്പടിയുണ്ടായില്ല അറിയണത്. എൻ്റെ പേര് നീതു. ഞാനിപ്പോൾ വരുന്നത് കോട്ടയത്തു നിന്നാണ്. 4.5 വർഷമായിട്ട് ഞാൻ UK ഫാമിലിയായിട്ട് അവിടെ സ്ഥിരതാമസമാണ്. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2019 ജൂലൈ 3 തുടങ്ങി ഞാൻ ഉടമ്പടിയിലാണ്.
എൻ്റെ ഇതിന് മുമ്പത്തെ ഉടമ്പടി സാക്ഷ്യത്തിൽ എനിക്ക് UK പോകാൻ മാതാവ് വഴി ഈശോ അനുഗ്രഹിച്ച സാക്ഷ്യം ഞാനിവിടെ അൾത്താരയിൽ കയറി പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും എനിക്ക് രണ്ടാമത്തെ ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയുവാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന ഒരു അവസരമല്ല. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാനിപ്പോൾ UK നിന്ന് വന്നിരിക്കുന്നത് ഒരു എമർജൻസി ലീവ്, അതായത് ഒരു മാസമായിട്ട് എനിക്ക് പെട്ടെന്ന് നടുവിന് കലശലായ വേദന ഉണ്ടാവുകയും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ, ഞാനവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു UK. അപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ അതുമാതിരി നടുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ സിക്ക് ലീവ് എടുത്ത് അവിടെ ഡോക്ടറെ, ഞങ്ങൾ അവിടെ ജനറൽ പ്രാക്ടീഷണറെ കണ്ട് ഡോക്ടർ പറഞ്ഞു റെസ്റ്റ് എടുക്കുക, പെയിൻ കില്ലേഴ്സ് എടുക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും എനിക്കൊരു കുറവുമില്ല, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റണില്ല. എനിക്ക് 2 പിള്ളേരുണ്ട്, ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റണില്ല, ഒന്നും പറ്റണില്ല. അപ്പം ഞാൻ പിന്നീട് അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ റേഡിയേറ്റിംഗ് ഉള്ള കാരണം MRI ചെയ്യാം. MRI ചെയ്തപ്പോൾ അവർ പറഞ്ഞു 3 സ്ഥലത്ത് ഡിസ്ക് ബൾജുണ്ട് സ്പൈനൽ കോഡിൽ. അതുപോലെ തന്നെ അവർ സ്പൈനൽ കോഡിൻ്റെ MRI ആണ് ചെയ്തെങ്കിലും ഇൻസിഡൻ്റൽ ഫൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് തലയിൽ ഹെഡിൽ ഒരു സിസ്റ്റ്, എൻലാർജ്ഡ് സിസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അത് അവർ ആ MRIയിൽ നോട്ടിഫൈ ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഫർദർ അപ്പോയിൻമെൻറ്റ്, ഇത് നേരത്തെ അറിയാൻ മേലാത്ത കാര്യമാണെങ്കിൽ ഫർദർ അപ്പോയിൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ നോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതെനിക്കൊരു പുതിയൊരു കാര്യമായിരുന്നു, ഈ സിസ്റ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ആ റിപ്പോർട്ട് ഡോക്ടർ കണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും അവരെ ഫിസിയോതെറാപ്പിക്ക് റെഫർ ചെയ്തു ഈ നടുവേദനയ്ക്ക് വേണ്ടി. പക്ഷേ ഫിസിയോതെറാപ്പിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ 1 മാസം കഴിയും. അതുപോലെ ഒരു ഓർത്തോ ഡോക്ടറെ കാണണമെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഈ സിസ്റ്റം നിൽക്കുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുപ്പം തൊട്ടേ തലവേദന ഉണ്ടാകാറുണ്ട്, സൈനസൈറ്റിസ് ഉണ്ടാകാറുണ്ട്. അത് സൈനസൈറ്റിസിൻ്റെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ റിപ്പോർട്ടിൽ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുക. ഞാൻ ഓൾറെഡി NRI ഉടമ്പടി ആയതുകൊണ്ട് 1 കൊല്ലമാണ് അതിൻ്റെ ഇതെങ്കിലും എനിക്ക് പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ തോന്നുക. ഓൺലൈൻ ഉടമ്പടി എടുത്തു, ഈ നിയോഗം വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് മാതാവ് എന്നെ തോന്നിപ്പിക്കുകയാണ് പെട്ടെന്ന് നാട്ടിലോട്ട് പോവുക, നാട്ടിൽ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ കഴിഞ്ഞ മാസം 13-13 തീയതി ഞാൻ നാട്ടിൽ വന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് നടുവേ, അത്രയും ട്രാവൽ ചെയ്ത് വന്നെങ്കിലും ഞാൻ ഇവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നീട് പിറ്റേ ദിവസം റിപ്പീറ്റ് MRI ചെയ്തു. റിപ്പീറ്റ് MRI ചെയ്തപ്പോൾ ഈ സെയിം ഡിസ്ക് ബൾജും ഉണ്ട്, അതിൻ്റെ കൂടെ പ്രൊട്രൂഷനും ഉണ്ട്, അതുപോലെ തന്നെ തലയിലെ സിസ്റ്റം അതേപടി ഉണ്ട്. അപ്പം നടുവേദനയാണ് അന്നപ്പം നിൽക്കണത്. സിസ്റ്റിൽ എനിക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല. അപ്പം നടുവേദന ആദ്യം ട്രീറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഒരു 10 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് നേരത്തെ ഉണ്ടതിലും കൂടുതൽ പെയിൻ അനുഭവപ്പെടുക. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈശോയെ ഇത് എന്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല മാതാവ്, ഞാൻ നിൻ്റെ തീരുമാനപ്രകാരമല്ലേ ഞാനിങ്ങനെ വന്നേ, അങ്ങനെ അതിനല്ലേ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ, എന്നിട്ട് എന്തിനാണ് എനിക്കിങ്ങനെ വേദന തരുന്നതെന്ന് ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദൈവം എൻ്റെ അടുത്ത് ഈശോ എൻ്റെ അടുത്ത് തോന്നിപ്പിക്കുവാണ്, മരുന്നോ ലേവന ഔഷധമോ അല്ല, കർത്താവേ അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അപ്പോൾ അന്ന് രാത്രിയിൽ മുഴുവൻ ഞാനിതിങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേന്ന് ഞാൻ ഡെയിലി ബ്രെഡിന് കാണാൻ വേണ്ടി 5:30 ആയപ്പോൾ എഴുന്നേറ്റു. ഞാൻ ഡെയിലി ബ്രെഡും കഴിഞ്ഞു, ഒരു കൊന്തയും ചൊല്ലി ഞാൻ കടന്നു. അപ്പോൾ ആ കലശലായ വേദന വന്ന നൈറ്റിൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചു, എൻ്റെ ഈശോ ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെൻ്റ് ഒന്നും എനിക്കൊരു പ്രയോജനമില്ല, എനിക്ക് അച്ഛൻ്റെ ഒരു കയ്യൊപ്പ് ശുശ്രൂഷ വഴി എനിക്ക് സൗഖ്യം കിട്ടും. പക്ഷേ എനിക്ക് അന്നേരപ്പം ട്രാവൽ ചെയ്ത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നെ ആരും സമ്മതിക്കത്തില്ല, എന്നെ ഇവിടെ അത്രയും ദൂരം ഇവിടെ വന്ന് ട്രാവൽ ചെയ്യാമെന്ന് ആരും സമ്മതിക്കില്ല. പക്ഷെ ഞാനിങ്ങനെ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഡെയിലി ബ്രെഡ് കണ്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്. അച്ഛൻ എനിക്കറിയാവുന്ന ഒരു ഇടവക പള്ളിയിൽ ഇങ്ങനെ ധ്യാനിപ്പിക്കുക. അപ്പോൾ ധ്യാനിപ്പിച്ച് ഞാൻ ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് കുർബാന സ്വീകരണമായപ്പോൾ അച്ഛൻ്റെ ലൈനിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം വന്നപ്പം ഞാൻ അച്ഛൻ്റെ ലൈനിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ആഗ്രഹിച്ചു, ഈശോയെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയാൽ അച്ഛൻ കാസ പിടിച്ചിരിക്കുന്ന ആ കയ്യിലൊന്ന് തൊട്ട് അന്നേരപ്പം എനിക്ക് ഒരാശ്വാസം ലഭിക്കും. അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് കുർബാന സ്വീകരിക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ കയ്യിലൊന്ന് തൊട്ടു. അതേ തുടർന്ന് അച്ഛൻ എനിക്ക് കുർബാനയും തന്നു. കുർബാന തന്ന് കഴിഞ്ഞ് അത് റിയലായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുക. ആ കുർബാന എനിക്ക് തന്ന പുറകെ എനിക്ക് ശരീരം മുഴുവൻ അങ്ങൊരു അനുഭവം ഉണ്ടാവുകയാണ്.
എന്നിട്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ വേറെ എന്തൊക്കെയോ സ്വപ്നം, അപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുവാണ്, ഈശോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ അന്ന് തുടങ്ങി എനിക്ക് നടുവേദനയ്ക്ക് നല്ല മാറ്റം തുടങ്ങി. പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങനെ തോന്നിക്കുകയാണ്, ഇനി സിസ്റ്റിൻ്റെ കാര്യം അവിടെ ചെന്നാൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം ഒരു ENT ഡോക്ടറെ, കാരണം അത് സൈനസിൻ്റെ സ്ഥലത്താണ് അസിസ്റ്റ് കാണിച്ചേക്കുന്നത്, എന്നാൽ ഒരു ENT ഡോക്ടറെ കാണിച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ENT ഡോക്ടറെ ഞാൻ പോയില്ല, അമ്മ കൊണ്ടുപോയി ഈ MRI റിപ്പോർട്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു MRIയിൽ നമുക്കത്ര നമുക്ക് ഇതല്ല, നമുക്ക് CT കോൺട്രാസ്റ്റ് വെച്ച് ചെയ്യണം, അങ്ങനെ CT കോൺട്രാസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ CT കോൺട്രാസ്റ്റ് ചെയ്തു, ഈ ENT ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടറുടെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ആ റിപ്പോർട്ടിനകത്ത് ഞാൻ നോക്കിയിട്ടും അതിൻ്റെ അകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, ബട്ട് ഒരു സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ അങ്ങനത്തെ ഫൈൻഡിങ്സേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിച്ച് പറഞ്ഞു, ഡോക്ടറും പറഞ്ഞു ഇതിനകത്ത് സിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, പക്ഷേ സൈനസൈറ്റിസ് അതിന് മരുന്ന് തരാം, അത് കഴിച്ചാൽ മതി, അത് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് മനസ്സിലാക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ എനിക്ക് ഈ സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് മാതാവിന് ഞാൻ എപ്പോഴും കേട്ടോണ്ടിരുന്നത് മാതാവ് ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ ഉടമ്പടി ധ്യാനങ്ങളും ഒക്കെയാണ്. അപ്പം കൂടുതലായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് മാതാവ് തോന്നിക്കുകയാണ്, നീ പോകുന്നതിന് മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സാക്ഷ്യം, അതായത് ഒരാളുടെ ചെവിയുടെ കാഴ്ചയ്ക്ക് 20% ഉണ്ടായിരുന്നുള്ളൂ കേൾവി. പിന്നെ ഡോക്ടർ വിനോദിനെ ആക്സിഡൻ്റലി അവർ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ അവരുടെ കാഴ്ചയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പം ഞാനും ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ ഞാനും വിനീത് എന്ന് പറഞ്ഞ ഡോക്ടറാണല്ലേ കണ്ടേ, ആ ഡോക്ടർ തന്നെയാണല്ലോ എൻ്റെ അടുത്ത് സിസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ജോസഫ് അച്ഛനെ ആ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അനുഭവങ്ങളും ഈ സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കണം, ഈശോയെ എനിക്ക് ആ സംഭവം കഴിഞ്ഞ് പിന്നെ മാതാവ് എൻ്റെ സിസ്റ്റർ എടുത്ത് കളഞ്ഞു. അപ്പം അതും സാക്ഷ്യത്തിൽ പറയണമെന്ന് എന്നെ മാതാവ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്ഭുതകരമായി അങ്ങനെ എൻ്റെ തലയിൽ ആ സിസ്റ്റ് മാതാവ് വഴി ഈശോ മാറ്റി തന്നു. അതുപോലെ തന്നെ എൻ്റെ നടുവിലെ വേദന എനിക്ക് ഒത്തിരിയും കുറവുണ്ട്, ഒരു 90% കുറവുണ്ട്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക് ഇനി പഴയ പോലെ ജോലി ചെയ്യാനും എൻ്റെ ഡ്യൂട്ടിയും ചെയ്യാനും എൻ്റെ പിള്ളേരെ നോക്കാനും ഒക്കെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ തിങ്കളാഴ്ച തിരിച്ച് UK പോവുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് UK ഒരു ഭവനം നൽകി അനുഗ്രഹിച്ചതിനാണ്. 2023 മുതൽ ഞങ്ങൾ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ആദ്യം അതിനുള്ള അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ബട്ട് ആദ്യത്തെ തവണ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് മെറിറ്റ് എല്ലാം ഉണ്ടായിരുന്നു. ലോൺ സാങ്ഷനാണ്, വെക്കാനുള്ള ഡിപ്പോസിറ്റ് ഉണ്ട്. അന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ മാതാവ് ഇതുവഴി നടത്തും, അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു വീടിന് കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി. അതിൻ്റെ കീ ഡിസംബർ 14 തീയതി 2023 കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ബട്ട് അവസാന ആഴ്ചയായപ്പോൾ അത് പറയുവാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊരു ഞങ്ങളുടെ സോളിസിറ്റർ ഞങ്ങളോട് പറയുകയാണ്. അങ്ങനെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. സോളിസിറ്റർക്ക് കൊടുത്ത പൈസയൊക്കെ നഷ്ടമായി. ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതായിരുന്നു, പക്ഷേ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എന്നാലും വിചാരിച്ചു മാതാവ് ഇതിലും നല്ലത് ഞങ്ങൾക്ക് തരും. അങ്ങനെ വീണ്ടും അതിനുവേണ്ടി വീണ്ടും അന്വേഷിച്ച് തുടങ്ങി. ഞാൻ ഉടമ്പടിയിൽ അതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ വന്നു, ഉടമ്പടി പുതുക്കി, ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചു. നാട്ടിൽ വരുന്നതിന് മുമ്പ് ഒരു വീട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഘടികാരം നെഞ്ചിൽ ചാർത്തിയ മാതാവുണ്ട്, ആ മാതാവിൻ്റെ അവിടെ പോയി മുത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോ ഈ വീട് ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ലീവ് കഴിഞ്ഞ് ചെന്നു. അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി. അവസാനം ഇതുപോലെ വീണ്ടും ഒരു തടസ്സം ഉണ്ടാവുകയാണ്, ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഓണർ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് ഞങ്ങളുടെ മോർഗേജിൻ്റെ വാലിഡിറ്റിയും തീരാറായി. അപ്പോൾ ഞാനിങ്ങനെ വിശുദ്ധ കുർബാന, അവിടെ ഇംഗ്ലീഷ് കുർബാന 12 മണിക്കുണ്ട്. അപ്പം ഞാൻ ആ കുർബാനയിൽ പോയി പങ്കെടുക്കുക. അപ്പോൾ അന്ന് അച്ഛനവിടെ വായിച്ച സുവിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം, ആ ഒരു വാക്യം മാത്രം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തട്ടി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 9 വാക്യം, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അപ്പോൾ ഞാനന്ന് വിശ്വസിക്കുവാണ്, ഈശോയെ ഇന്ന് എൻ്റെ കാര്യത്തിന് തീരുമാനം ഉണ്ടാകും, എന്താണെങ്കിലും ഒരു തീരുമാനമുണ്ട്. അന്ന് വീട്ടിൽ ചെന്നു. അന്ന് ഞങ്ങൾക്ക് മെയിൽ വരുവാണ്, അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് കീ കിട്ടും. അങ്ങനെ ഡിസംബർ 14 പ്രത്യക്ഷീകരണത്തിൻ്റെ 10ാം വാർഷികമൊക്കെ നടന്ന ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, ഡിസംബർ 7 അല്ലേ 14, ആ സമയത്ത് 14 ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു 2024. അങ്ങനെ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് ഒരു നല്ല ഭവനം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ ഭവനം ഞങ്ങൾക്കൊരു
പള്ളിയുടെ അടുത്താണ് കിട്ടിയത്. ആ പള്ളിയുടെ പേര് മാതാവിൻ്റെ നാമത്തിലുള്ളൊരു പള്ളി, സെൻറ്റ് മേരീസ് ആർസി ചർച്ച്. അതിന് വോക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു പള്ളിയുടെ അടുത്താണ് ആ ഭവനം കിട്ടിയിരിക്കുന്നത്. അതുപോലെ ആ ഭവനം കിട്ടിയിരിക്കുമ്പോൾ അതിന് മാതാവ് അത്രയും ലേറ്റ് ആക്കിയതിനുള്ള ഒരു കാരണം അന്നപ്പം ഞാൻ ചിന്തിച്ചെടുക്കുമായിരുന്നു. കാരണം ആദ്യത്തെ വീട് എടുത്തിരുന്നെങ്കിൽ അന്നത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 6.5 ഒക്കെ ആയിരുന്നു. പക്ഷേ അത് പിന്നീട് കുറഞ്ഞു വന്ന് ഞങ്ങൾ ഈ വെയിറ്റിംഗ് ടൈമിൽ കുറഞ്ഞ് അവസാനം ഞങ്ങളുടെ പ്രോസസ്സിങ് ആയപ്പോൾ 4.5 ആയി. അതുപോലെ അങ്ങനെ മാതാവ് ഞങ്ങൾ ഒരുക്കുമായിരുന്നു. ഞങ്ങളുടെ ഡിപ്പോസിറ്റ് കൂട്ടി. അപ്പം ഈ കിട്ടിയിരിക്കുന്ന വീട്ടിൽ കുറച്ച് പണിയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആരുടെ അടുത്തൊന്നും കടമൊന്നും വാങ്ങാതെ ആ പണിയെല്ലാം ചെയ്ത് ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് സ്വന്തമാക്കാൻ സാധിച്ചു. പിന്നീട് നമ്മൾ UK ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡായിട്ടാണ് ഒരു വാഹനം വാങ്ങിക്കുന്നത്. കുറച്ച് നാളത്തേക്കാണ് വാങ്ങുന്നത്. അപ്പോൾ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു, ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചൊന്നുമില്ല, ഇങ്ങനെ ആഗ്രഹിച്ചു ഈശോയെ ഒരു വാഹനം കൂടെ. കാരണം ഈ പഴയ വാഹനമാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻഷുറൻസും കാര്യങ്ങളും ഒക്കെ അടയ്ക്കണം. അപ്പോൾ ആ വാഹനം കൊടുത്തൊരു പുതിയ വാഹനമാണെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ നാത്തൂൻ ആൾ UK ആളിവിടെ വന്നപ്പം ആളുടെ അടുത്ത് ഞാൻ ചുമ്മാ പറഞ്ഞു, മാതാവിൻ്റെ ഒരു കീച്ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടായിരുന്നു. അപ്പോൾ കീച്ചെയിൻ വാങ്ങിച്ചിട്ട് വരണം. ആൾ കീച്ചെയിൻ വാങ്ങിച്ച് എനിക്ക് കൊണ്ട് തന്നു. പിന്നീട് എന്താ നടന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു തോട്ടുണ്ട്, ഞങ്ങൾക്ക് NHSന്ന് ഇങ്ങനെ ലീസ് ഹോൾഡിൽ വാഹനം എടുക്കാം. അങ്ങനെ ഒരു വാഹനം ഞങ്ങൾക്ക് കിട്ടി. അതിൽ മാതാവ് തന്നെ തന്ന് ആ വാഹനത്തിൻ്റെ കളറ് തനി ഗ്രേ കളറാണ്. മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയാണ് ഞങ്ങൾക്ക് ആ വാഹനവും ലഭിച്ചത്. പിന്നീട് കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ നാത്തൂൻ ഇവിടെ വരുമ്പോഴും അല്ലെങ്കിൽ അമ്മയോടും പറയും, ഇവിടെ വന്നിട്ട് പത്രം വാങ്ങിച്ച് ആരുടെ കയ്യിലെങ്കിലും കൊടുത്തു വിടുക, അല്ലെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവർ വരുമ്പോൾ കൊടുത്തു വിടാൻ പറയും. അപ്പോൾ ആദ്യമൊക്കെ മലയാള പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ പഴയ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ മലയാളം കുർബാന നടക്കുന്ന പള്ളിയുണ്ട്. അപ്പോൾ അവിടെയാണ് കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോൾ അവിടെ ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന പള്ളിയാണ്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ച് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര മടിയായി. ഈശോയെ ഈ ഇംഗ്ലീഷുകാരെന്ത് പറയും, ഞാൻ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക അവരെ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ കൊണ്ടുപോയെങ്കിലും കുർബാനയ്ക്ക് കൊണ്ടുപോയെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് അതിനുള്ള ധൈര്യം വന്നില്ല. പിന്നീട് ഈ നടുവേദന ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതാണ് ദൈവം നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനാണ്. അപ്പോൾ ഇങ്ങനെ നടുവേദന ഇങ്ങനെ തന്നപ്പോൾ എനിക്ക് തോന്നിക്കുകയാണ് ഈ പത്രം നീ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തു. അന്ന് കുർബാന കഴിഞ്ഞ് ഞാനിങ്ങനെ കുർബാന കഴിഞ്ഞ് ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ ഞാൻ പറയുകയാണ്, ഐ എം എ മരീൻ മിഷണറി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മരീൻ അപ്പാരിഷ്, ഇറ്റ്സ് ഹാപ്പൻ ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അറിയത്തില്ല എനിക്ക് എങ്ങനെയൊക്കെ അങ്ങനെ പറയാൻ പറ്റിയെന്ന്. അവരെല്ലാവരും ഓരോരുത്തരോട് പറയുന്ന എല്ലാവരും നിന്ന് കേൾക്കുക. അവർ പറഞ്ഞ് കേട്ട് അവർക്ക് ഞാൻ ഓരോ പത്രവും കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും എൻ്റെ മൂത്ത മകനും നിന്നാണ് കൊടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത്ര വിശ്വാസമില്ല ഉടമ്പടിയിൽ. വിശ്വാസമുണ്ട്, എന്നാൽ അതിനെതിരും ഒന്നുമല്ല. പക്ഷെ ആളും ഇളയ മകനും മാറി നിൽക്കുക. അപ്പം എൻ്റെ മൂത്ത മകനുണ്ട് എൻ്റെ കൂടെ കൊടുക്കാൻ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി മകനോട് പറയുകയാണ്, നിൻ്റെ അമ്മ ഷീസ് എ മരീൻ മിഷണറി, സോ ടേക്ക് കെയർ ഓഫ് ഹർ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അവസരമായിരുന്നു അതൊക്കെ. കാരുണ്യപ്രവർത്തികൾ അമ്മ വീട്ടിൽ വിളിക്കുമ്പോൾ അമ്മ പറയും, ഇനിയാൾ ആശുപത്രിയിലാണ്, ഇനിയാൾ വെന്റിലേറ്ററിലാണ്, അപ്പോൾ അവർക്ക് അങ്ങനെ സഹായം കൊടുക്കും. അതല്ലാതെ അമ്മയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് അമ്മയോട് പറയും, മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ വീടിനടുത്താണ്, അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വാർഡിൽ പോയിട്ട് അർഹതയുള്ളവർക്ക് ഈ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞ് അമ്മേനെ അങ്ങനെ ഏൽപ്പിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ എൻ്റെ പിള്ളേർ ദിവസേന ഞങ്ങൾ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇപ്പം എവിടെയെങ്കിലും യാത്രയിൽ പോകണമെങ്കിലും ഞങ്ങൾ വണ്ടിയിലിരുന്ന് കൊന്ത എത്തിക്കാതെ കിടക്കത്തില്ല അന്നത്തെ ദിവസം. അപ്പോൾ മക്കളുണ്ടെങ്കിൽ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നതാണെങ്കിൽ അവരെ ഉഴപ്പം. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്ന പണ്ട് തുടങ്ങി ഇവിടെ ചെറിയക്കോ പ്രാർത്ഥന തുടങ്ങിയ അവസരം തൊട്ടേ ഞാൻ കുഞ്ഞു കൊച്ചിൻ്റെയിൽ ഈശോയുടെ ക്രൂശ് രൂപം കൊടുക്കും, മകൻ്റെയിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കും, രൂപം കൊടുക്കും. ഞാൻ തിരിയും പിടിച്ച് ഞങ്ങൾ വീട് മുഴുവൻ ചെറിയക്കോ പ്രാർത്ഥന ചൊല്ലിയാണ്. ആ രീതിയിലാണ് ഞങ്ങൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത്. കുർബാനയല്ല, കൊന്ത എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുറിയിലും പോകും. അപ്പോൾ ആ പോകുന്ന അവസരത്തിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാതാവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന പാട്ടില്ലേ, മരിയ തായെ, ആ പാട്ട് പാടി. അപ്പോൾ എൻ്റെ മൂത്ത മോൻ എപ്പോഴും പറയും, അമ്മേ ഈ പാട്ട് ഭയങ്കര ഇമോഷണലാണ്, എനിക്ക് ഭയങ്കര ഇമോഷണലായിട്ട് ഈ പാട്ട് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അമ്മ മാതാവിന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ. എനിക്ക് ഉടമ്പടിയിൽ നിന്ന് പുറത്തു പോകണമെന്നേ തോന്നുന്നില്ല.
നാട്ടിലെ ഇവിടെ ലീവിന് വന്നാൽ എത്ര ദിവസം ഇവിടെ വരാൻ പറ്റുമോ അത്രയും ദിവസം വരാൻ ഞാനിവിടെ ആഗ്രഹിക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും, എടി പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്, പക്ഷേ അന്ധമായ പ്രാർത്ഥനയൊന്നും. അപ്പോൾ ഞാൻ അച്ചാച്ചനോട് പറയും, എൻ്റെ വീട്ടിൽ വരുന്നതിലും എനിക്കിഷ്ടമാണ് കൃപാസനത്തിൽ. ഇപ്പം 3 ആഴ്ചയാണ് ലീവിന് വരുന്നെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാനിവിടെ വന്നിരിക്കും, ഒരു കൊന്ത ചെല്ലും, പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് ഈ ഉടമ്പടി ഇല്ലാതെ എനിക്കിനി മുന്നോട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഈ ഉടമ്പടി തന്നെ നിലനിൽക്കുന്നതാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.